നമസ്കാരം. വളരെ രുചികരമായിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിന്റെ വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഈ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഞാനിവിടെ 1 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 4-5 പ്രാവശ്യം കഴുകി അതിൽ ചോരയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഒരു സവോള നൈസായിട്ട് അരിഞ്ഞത്, അതുകൂടാതെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചതച്ചിരിക്കുകയാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടും ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഒന്നുകൂടെ നമുക്ക് മിക്സ് ആക്കാം. ഇത് ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു, മറന്നുപോയതാണ്. ഇനി കുക്കർ അടച്ചു വയ്ക്കാം. ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇത് അടച്ചു വെച്ചിട്ട് ഞാനൊരു 3 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുന്നത്. കാരണം എൻ്റെ കുക്കർ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു കുക്കറാണിത്. അപ്പോൾ 3 വിസിലിന് ശേഷം ഞാനിത് തുറന്നു നോക്കിയപ്പോൾ ബീഫ് ഒരുവിധം വെന്ത് കിടക്കുന്നുണ്ട്. ഏകദേശം ഒരു 90% വെന്തുണ്ട്. അത്രയും നമുക്ക് വേവാൻ പാടുള്ളൂ കണ്ടോ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ബീഫ് കറിക്ക് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം, അതും ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഒഴിപ്പിക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. മുപ്പത് സെക്കൻഡിന് ശേഷം ഞാനിവിടെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഈ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇവിടെ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി സ്ലൈസ് ആയിട്ടൊന്ന് ചെറുതായിട്ട് 2-3 കഷ്ണങ്ങളാക്കി കീറിയാൽ നന്നായിരിക്കും. ഒരു 25ഓളം കൊച്ചുള്ളി ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ കൊച്ചുള്ളി നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ വഴന്നു വന്നാലാണ് നമ്മുടെ ബീഫ് റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഇവിടെ നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാരണം ഇതിൽ കുരുമുളകാണ് നമ്മൾ ഫ്ലേവറായിട്ട് ചേർക്കാൻ പോകുന്നത്. മുളക് പൊടി അറിയാൻ ഇടുന്നില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് കുരുമുളക് പൊടി ഇപ്പോൾ ഇടുന്നില്ല. കുരുമുളക് പൊടി ഇതിന്റെ കൂടെ ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല, വഴറ്റിയാൽ അതിന്റെ രുചി മാറും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് നേരം നമുക്ക് ഈ എണ്ണയിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് തക്കാളി നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു ചേരേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ചുടുവെള്ളമോ ബീഫ് വേവിച്ച വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബീഫ് വേവിച്ച വെള്ളം ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം ബീഫ് വെന്തതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. ഇത്രയും ഉപ്പ് ചേർത്താൽ ഏകദേശം ഉപ്പ് റെഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു ചേരണം. അതിനെന്ത് ചെയ്യണം, കുറച്ചുകൂടെ ബീഫിന്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പാത്രം ഒന്ന് അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ ബീഫ് വേവിച്ചതിന്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇത് അടച്ചു വെക്കാൻ പോവുകയാണ്. അടച്ചു വെച്ചിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടും. ഞാനിതിവിടെ അടച്ചു വെച്ചു. തീ കുറച്ച് ചെറുതാക്കി വെച്ചാൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ വെള്ളം വറ്റിയിട്ട് മസാല കരിഞ്ഞു പോകും. ഞാനൊരു 2-3 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഇവിടെ ഉടഞ്ഞ് ചേർന്ന് കിടക്കുന്നുണ്ട്. എണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അതിനുശേഷം ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ക്രഷ് ചെയ്താണ്, ഒരുപാട് പൊടിയായി പോകേണ്ട ആവശ്യമില്ല.
ഇനി അവസാനം നമ്മൾ കുരുമുളക് പൊടി വീണ്ടും ചേർക്കുന്നതാണ്. അപ്പൊ ഇപ്പോൾ ഇത്രയും കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 90% ഈ ബീഫ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ വെള്ളത്തോടു കൂടി നമുക്ക് ഒരു 10 മിനിറ്റ് നേരം കൂടി വേവിക്കണം ചെറിയ തീയിലിട്ട്. അപ്പോഴാണ് നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ബീഫിലേക്ക് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഇതിന്റെ ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കി എല്ലാം കറക്റ്റ് ആയതിനു ശേഷം ഇതൊന്ന് അടച്ചു വെക്കാൻ തീരുമാനിച്ചു. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഇത് തുറന്നു നോക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം വറ്റി നല്ലൊരു റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, അടിപൊളി ബീഫ് റോസ്റ്റാണ് ഇവിടെ റെഡിയായി വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.